Hello friends, welcome to the video. Single phase induction motor self starting അല്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോറിനെ പറ്റി പറഞ്ഞു. കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോർ തന്നെ 3 ടൈപ്പ് ഉണ്ട്. കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോറിനെ പറ്റി പറഞ്ഞു. പിന്നീട് നമ്മൾ PSC ദാറ്റ് ഈസ് പെർമനൻറ്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ മോട്ടറിനെ പറ്റിയും പറഞ്ഞു. ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ഈ കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ തേർഡ് ടൈപ്പ് ദാറ്റ് ഈസ് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഓർ കപ്പാസിറ്റർ റൺ മോട്ടോറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ ഈ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഓർ കപ്പാസിറ്റർ റൺ മോട്ടോർ അതിൻ്റെ വേറൊരു പേരാണ് 2 വാല്യൂ കപ്പാസിറ്റർ മോട്ടോർ. ഓക്കെ, ഇപ്പോൾ 2 വാല്യൂ കപ്പാസിറ്റർ, അപ്പോൾ 2 കപ്പാസിറ്റർ. ഈ ചിത്രത്തിൽ നോക്കൂ, ഈ മോട്ടറിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന 2 കപ്പാസിറ്റേഴ്സ് ആണ്. സോ ദർ ആർ 2 കപ്പാസിറ്റേഴ്സ് ഇൻ ദിസ് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഓർ കപ്പാസിറ്റർ റൺ മോട്ടോർ. ഓക്കെ, 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഒരു പോയിന്റ് ഓ. നെക്സ്റ്റ് ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഈ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഓർ കപ്പാസിറ്റർ റൺ മോട്ടർ ഇതൊരു ടൈപ്പ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. വി നോ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പമ്പ്സ്, കംപ്രസേഴ്സ്, റെഫ്രിജറേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് മോട്ടറാണ്. ഇതിൽ ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കേണ്ടത് 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ആദ്യത്തെ കപ്പാസിറ്ററിൻ്റെ പേരാണ് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ. ഇത് സ്റ്റാർട്ടിംഗ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ്. സെക്കൻഡ് കപ്പാസിറ്ററാണ് റണ്ണിംഗ് കപ്പാസിറ്റർ. ഇത് സർക്യൂട്ട് റൺ ചെയ്യുന്ന സമയത്താണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഓർ കപ്പാസിറ്റർ റൺ മോട്ടർ മറ്റ് സിംഗിൾ ഫേസ് മോട്ടോറിനെക്കാട്ടിലും കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആണ്. കാരണം ഇതിന് കുറച്ചുകൂടെ ഒരു ഹയർ സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ സ്മൂത്ത്ലി റൺ ചെയ്യും കമ്പയർഡ് ടു അതർ സിംഗിൾ ഫേസ് മോട്ടോർ. നെക്സ്റ്റ് നമുക്കിതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്ററുണ്ട്, റോട്ടറുണ്ട്, സെൻട്രിഫ്യൂഗൽ സ്വിച്ച്, പിന്നെ 2 കപ്പാസിറ്റേഴ്സുമാണ്. സ്റ്റേറ്ററിൽ നമുക്കറിയാം 2 വൈൻഡിങ് ഉണ്ട്. ഫസ്റ്റ് വൈൻഡിങ് എന്ന് പറയുന്നതാണ് മെയിൻ വൈൻഡിങ്, അല്ലെങ്കിൽ ഇതിനെ റണ്ണിങ് വൈൻഡിങ് എന്ന് പറയും. ഈ കാണുന്നതാണ് മെയിൻ വൈൻഡിങ്. നെക്സ്റ്റ് വൈൻഡിങ് ആണ് ഓക്സിലറി വൈൻഡിങ്, അല്ലെങ്കിൽ ഇതിനെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എന്ന് പറയും. ഇവിടെ ഈ കാണുന്നത്. ഓക്കെ, റോട്ടർ, ഇതാണ് റോട്ടർ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്ക്വയറൽ കേജ് റോട്ടറാണ്. ഈ കാണുന്നതാണ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച്. പിന്നെ ഓൾവേസ് റിമെമ്പർ, ഈ ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടറിന് 2 കപ്പാസിറ്റർ ഉണ്ട്. ഹിയർ യു ക്യാൻ സീ 2 കപ്പാസിറ്റേഴ്സ്. വൺ ഈസ് running capacitor and second one is starting capacitor. Okay, there are 2 capacitors. നമുക്ക് ഈ കപ്പാസിറ്റേഴ്സിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യത്തെ കപ്പാസിറ്റർ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ ഇലക്ട്രോലൈറ്റിക് ടൈപ്പാണ്. ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് CS എന്ന് പറഞ്ഞാൽ. സി കപ്പാസിറ്റർ, സ്റ്റാർട്ടിങ്ങിൻ്റെ S. ഓക്കെ, സോ CS. ഇതൊരു ഹൈ കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്ററാണ്. ഹൈ കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ 10 to 20 മൈക്രോ ഫാരഡ് ഉണ്ടായിരിക്കും. ഇത് സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമിൽ മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഇങ്ങനെ മോട്ടർ കറങ്ങാൻ തുടങ്ങി കഴിഞ്ഞ ഒരു സർട്ടൺ സ്പീഡിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഈ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഓപ്പൺ ആയിട്ട് ഈ കപ്പാസിറ്ററിനെ ഡിസ്കണക്റ്റ് ആക്കും. ഓക്കെ, അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റണ്ണിങ് കപ്പാസിറ്റർ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ ഓയിൽ ഫിൽഡ് ആണ്. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് CR. C ഫോർ കപ്പാസിറ്റർ, R ഫോർ റണ്ണിങ്. അപ്പം CR. ഓക്കെ, ഇതിന് ലോ കപ്പാസിറ്റൻസേ ഉള്ളൂ. അതായത് 2 to 2.5 മൈക്രോ ഫാരഡ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ മോട്ടോർ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇത് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ അതാണ് ഇവിടെ പറയുന്ന പോയിന്റ്. ഇറ്റ് റിമെയിൻസ് ഇൻ ദ സർക്യൂട്ട് ആഫ്റ്റർ സ്റ്റാർട്ടപ്പ്. ഓക്കെ, ഈ ഒരു കപ്പാസിറ്റർ നമ്മുടെ മോട്ടറിൻ്റെ എഫിഷ്യൻസിയും പവർ ഫാക്ടറിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനാണ് സഹായിക്കുന്നത്. ഇനി കപ്പാസിറ്റർ എങ്ങനെയാണ് സർക്യൂട്ടിലുള്ള പൊസിഷനിങ് നോക്കാം. ഈ 2 കപ്പാസിറ്റേഴ്സും, അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററും റണ്ണിങ് കപ്പാസിറ്ററും, ദേ ആർ കണക്റ്റഡ് പാരലൽ ടു ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ ആ പാരലായിരിക്കുന്ന 2 കപ്പാസിറ്റേഴ്സിനെയും ഒരു ഗ്രൂപ്പായിട്ട് എടുത്താൽ ആ ഗ്രൂപ്പ് നമ്മുടെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഓർ ഓക്സിലറി വൈൻഡിങ്ങുമായിട്ട് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ CS സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ, C
CR റണ്ണിങ് കപ്പാസിറ്റർ രണ്ടും കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് കപ്പാസിറ്റേഴ്സിനെ ഒരു ഗ്രൂപ്പായിട്ട് എടുത്താൽ അത് നമ്മളിവിടെ കാണുന്ന സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങുമായിട്ട് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. സോ അറ്റ് സ്റ്റാർട്ട്, ഓക്കെ, മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമിൽ അവിടെ എന്ത് പറ്റും? നമ്മൾ ഇവിടെ മെയിൻ വൈൻഡിങ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ടൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഹൈ ടോർക്കാണ് റോട്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതിങ്ങനെ കറങ്ങും. ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് റോട്ടർ ഇങ്ങനെ കറങ്ങി 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 ഒരു 75% ഒക്കെ സ്പീഡായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെയുള്ള ഈ സെൻട്രിഫ്യൂഗൽ സ്വിച്ച്, അതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് എസ്, ഈ ക്യാപിറ്റൽ എസ്. ഈ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഓപ്പൺ ആവും. അപ്പോൾ നമ്മുടെ ഈ CS, ദാറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ, ഇവിടെ ഡിസ്കണക്റ്റഡ് ആവും. ഓക്കെ, പക്ഷേ റണ്ണിങ് കപ്പാസിറ്റർ സ്റ്റിൽ സർക്യൂട്ടിൽ തന്നെ ഉണ്ട്. സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ മാത്രമേ ഡിസ്കണക്റ്റ് ആവുന്നുള്ളൂ. അത് പ്രത്യേകം ഓർക്കുക. റണ്ണിങ് കപ്പാസിറ്റർ റിമൈൻസ് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, ദാറ്റ് പോയിന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? മോട്ടർ വളരെ എഫിഷ്യൻ്റ്ലി തന്നെ ബെറ്റർ പവർ ഫാക്ടറിൽ സ്മൂത്തർ ഓപ്പറേഷനിൽ റൺ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. വളരെ സ്മൂത്തായിട്ടും ക്വയറ്റായിട്ടുള്ള ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. ഇംപ്രൂവ്ഡ് പവർ ഫാക്ടർ ഉണ്ട്. എഫിഷ്യൻസി ഗുഡാണ്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ഡ്യൂട്ടിക്കൊക്കെ സ്യൂട്ടഡ് ആയിട്ട് ഉള്ളൊരു മോട്ടറാണിത്. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ്. ഇനി രണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഒന്ന്, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം നമുക്കറിയാം, രണ്ട് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഉണ്ട്. സോ ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സർക്യൂട്ട് വളരെ കോംപ്ലക്സും ആണ്. സ്ലൈറ്റ്ലി മോർ കോംപ്ലക്സ് സർക്യൂട്ടാണ് ഇതിനുള്ളത്. ഈ രണ്ട് ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മുടെ ഈ ഒരു മോട്ടറിനുള്ളത്. ഇനി എവിടേക്കാണ് ഇത് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത്? എവിടെയാണ്? എയർ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, റെഫ്രിജറേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടർ പമ്പ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, കംപ്രസേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, കൺവെയേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ബ്ലോവേഴ്സിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കപ്പാസിറ്റർ സ്റ്റാർട്ടർ or capacitor run മോട്ടറിനെ പറ്റിയിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാത്സ് ഇലക്ട്രിക്കൽ.